അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഈ കപ്പൽ വരയ്ക്കാൻ പറ്റുമോ? നോ. കുട്ടി ഒറ്റ വാക്കിലില്ല എന്ന് മറുപടി കൊടുത്തു. നിങ്ങൾ ഈ കപ്പൽ വരയ്ക്കൂ എന്നല്ലല്ലോ ക്വസ്റ്റ്യൻ, കപ്പൽ വരയ്ക്കാൻ പറ്റുമോ എന്നാണല്ലോ. അതുകൊണ്ട് ഇല്ല, പറ്റില്ല, അതുകൊണ്ട് വരയ്ക്കുന്നില്ല. കുറെ കഷ്ടപ്പെട്ട് കണക്ക് ചെയ്താൽ എന്താ, അവസാനം ഉത്തരം കിട്ടി സിൻടാക്സ് എറർ. ഇവിടെ പിന്നെ ഇവൻ എല്ലാ കണക്കിലും സിൻടാക്സ് എറർ എന്നാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഇവരൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണോ എന്തോ. അടുത്ത ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാക്കുകളുടെ ഒപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോയുടെ ഒപ്പോസിറ്റ് ഗേള്, ഗുഡിൻ്റെ ഒപ്പോസിറ്റ് ബാഡ്, ഫാറിൻ്റെ ഒപ്പോസിറ്റ് നിയർ, കെയ്മിൻ്റെ ഒപ്പോസിറ്റ് ഗോ, ഒറിജിനലിൻ്റെ ഒപ്പോസിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. ചൈനയോ? അങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. പക്ഷേ ടീച്ചർ ചൈനയിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. ടീച്ചർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇൻ എ വേർഡ് ഡിസ്ക്രൈബ് സ്കൂൾ. ഒറ്റ വാക്കുപയോഗിച്ച് സ്കൂളിനെ വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി എഴുതി വെച്ചു ഹെൽ, നരകമെന്ന്. പൊതുവെ കുട്ടികൾക്ക് A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ എന്നൊക്കെ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഈ കുട്ടിക്ക് A ഫോർ ആപ്പിൾ മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിബുദ്ധിമാനായ അവൻ അത് വെച്ച് തന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങ് ഫില്ല് ചെയ്തു. A ഫോർ ആപ്പിൾ, B ഫോർ ബിപ്പിൾ, C ഫോർ സിപ്പിൾ, അങ്ങനെ F വരെ അങ്ങ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈൻഡ് എക്സിനെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇട്ടാണ് കണ്ണ് കാണില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും കാണാമല്ലോ. നായ്ക്ക് ആ എല്ലിൻ്റെ അടുത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. നേർവഴി തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വളഞ്ഞ വഴിയൊന്നും സ്വീകരിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് വെറുതെ കഷ്ടപ്പെട്ട് അതിലൂടെ വളഞ്ഞു തിരിഞ്ഞു പോകുന്നത്? നേരെ താഴോട്ട് അങ്ങ് പോയാൽ സാധനം കിട്ടും. വർക്ക് സ്മാർട്ടർ ഗൈസ്, നോട്ട് ഹാർഡർ. കുട്ടിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഇപ്പോൾ നിന്നെ കാണാൻ ഇങ്ങനെ ഇരിക്കും, ഒരു 100 വർഷം കഴിഞ്ഞാൽ നിന്നെ കാണാൻ എങ്ങനെ ഇരിക്കും എന്ന് വരച്ചു വെക്കാൻ പറഞ്ഞു. കുട്ടി വളരെ പ്രാക്ടിക്കലായ ആളായതുകൊണ്ട് കല്ലറയുടെ ചിത്രം അങ്ങ് വരച്ചു വെച്ചു. കാരണം അത് വളരെ ശരിയാണ്. ഇതിന് ക്വസ്റ്റ്യൻ ഇട്ടവനെ പറഞ്ഞാൽ മതിയല്ലോ 100 കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുമെന്ന്. ഇവിടെ 50 അടിച്ചാൽ തന്നെ ഭാഗ്യം. ഇവിടെ പിന്നെ വളരെ തന്ത്രശാലിയായ ഒരു കുട്ടിയുടെ ആൻസർ ഷീറ്റാണ് നമ്മൾ കാണുന്നത്. ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ തട്ടിക്കളയുമെന്നൊക്കെ പറഞ്ഞ് നിഞ്ചയുടെ ചിത്രം വരച്ച് വെച്ച് ടീച്ചറിനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്തായാലും ടീച്ചർ അതിൽ വീണുപോയി കേട്ടോ. ടീച്ചർ പേടിച്ച എക്സ്ട്രാ 2 മാർക്കൊക്കെ ഇട്ട് കൊടുത്ത് ഫുൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, സെന്റിമീറ്ററിനെ എങ്ങനെ മീറ്റർ ആക്കാം? ഈസി, സെന്റിനെടുത്ത് പുറത്ത് കളഞ്ഞാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1896 എന്താണ് അവസാനിച്ചത്? ഉത്തരം 1895. വളരെ ശരിയായ ഉത്തരം. തന്നിരിക്കുന്ന അക്ഷരങ്ങൾ വെച്ച് ക്രമത്തിലാക്കി പുതിയൊരു വാക്കുണ്ടാക്കണം. അങ്ങനെ കുട്ടി എല്ലാ വാക്കും ഉണ്ടാക്കി. പക്ഷെ അവസാനത്തെ വാക്ക് മാത്രം ടീച്ചർ എന്താണ് തെറ്റിട്ടത് എന്ന് മനസ്സിലാകുന്നില്ല. പറഞ്ഞതുപോലെ തന്നെ തന്ന അക്ഷരങ്ങളൊക്കെ ക്രമത്തിലാക്കി പുതിയ വാക്കുണ്ടാക്കിയിട്ടുണ്ടല്ലോ, പിന്നെന്താണ് പ്രോബ്ലം? ജാവ എന്താണ് എന്നാണ് ചോദ്യം. സത്യത്തിൽ ജാവ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. പക്ഷെ ഇവനതറിയില്ല. അപ്പോൾ അവൻ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. ജാവ എന്ന് പറഞ്ഞാൽ ജ എന്നും വാ എന്നും പറയുന്ന 2 വാക്കുകളുടെ ഒരു കൂട്ടമാണ് എന്ന്. ജ എന്ന ഹിന്ദി വാക്കും വാ എന്ന തമിഴ് വാക്കും. ഹിന്ദിയിൽ ജ എന്ന് പറഞ്ഞാൽ പോ, തമിഴിൽ വാ എന്ന് പറഞ്ഞാൽ വരൂ. അപ്പോൾ ജാവ എന്ന് പറഞ്ഞാൽ ഗോ ആൻഡ് കം. കൊള്ളാം മോനെ. ചോദ്യത്തിന് കൃത്യമായി ഉത്തരം അറിയാത്തത് കൊണ്ട് ഈ കുട്ടി കാണിച്ചു വെച്ച തന്ത്രം നോക്കൂ. ഞാൻ എഴുതിയിരിക്കുന്നതൊക്കെ അതീവ രഹസ്യമാണ്, അതൊന്നും ആരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ടോപ്പ് സീക്രട്ട് എന്ന് വരച്ചു വെച്ചേക്കുന്നു. ഇനി അത് വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ വേറൊരു വെർഷൻ കൂടിയുണ്ട്. ഉത്തരമൊക്കെ എഴുതിയിരുന്നു, പക്ഷെ അറിയാതെ കൈ തട്ടിയതിലാകെ കോഫി വീണുപോയി. ഇനി എന്തായാലും അതൊന്നും കാണാൻ പറ്റില്ല. ഇംഗ്ലീഷ് കിങ്ങായ റിച്ചാർഡ് 3 ഏത് യുദ്ധത്തിലാണ് മരിച്ചത് എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? അയാളുടെ അവസാനത്തെ യുദ്ധത്തിൽ. ഈ കുട്ടി ടിൻഡുമോൻ പോസ്റ്റുകളൊക്കെ കൂടുതലായി കണ്ടിട്ടുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ അതിലെ 2ാമത്തെ ചോദ്യമായിരുന്നു ഡിവോഴ്സിനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന്. അതിനവന്റെ ഉത്തരമാണ് മാരേജ്, വിവാഹം തന്നെയെന്ന്. അല്ല, സംഭവം അവൻ പറഞ്ഞത് ശരിയാണ്. കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഡിവോഴ്സേ ഉണ്ടാവില്ലല്ലോ. എന്തായാലും ടീച്ചർ അവന്റെ ക്രിയേറ്റിവിറ്റി കാണാതെ പോയില്ല കേട്ടോ. 326നെ 163 കൊണ്ട് ഹരിച്ചാൽ 1/2 തന്നെയാണ് കിട്ടുക. പക്ഷെ ഇവൻ ആ ഉത്തരം കണ്ടുപിടിച്ച രീതി കുറച്ച് വ്യത്യസ്തമാണ്. ഏത് രീതിയിൽ ചെയ്താൽ എന്താ, ഉത്തരം കിട്ടിയാൽ പോരെ. നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന 5 വാക്കുകൾ എഴുതാനാണ് ചോദ്യം. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ 5 വാക്കെടുത്തങ്ങ് എഴുതി. സംഭവം ഉത്തരം ശരിയാണല്ലോ, അതുകൊണ്ട് മാർക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വർക്ക് സ്മാർട്ടർ നോട്ട് ഹാർഡർ. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 100 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അവൻ എഴുതി വെച്ചിരിക്കുകയാണ് ഡെഡ് എന്ന്. അവന് മരിക്കാനാണ് താല്പര്യം. കുട്ടി എന്തോ വളരെ ഡിപ്രസ്ഡ് ആയ കുട്ടിയാണെന്ന് തോന്നുന്നു. ടീച്ചറിന് തന്നെ ആ ഉത്തരം കണ്ടു കഴിഞ്ഞിട്ട് വല്ലാത്ത ആശങ്കയാണ്.
ഒരുപക്ഷെ ഈ കുട്ടിയും നേരത്തെ കണ്ട കുട്ടിയെ പോലെ പ്രാക്ടിക്കലായി ചിന്തിച്ചതായിരിക്കാം. കാരണം 100 വർഷം കൂടി കഴിഞ്ഞാൽ എന്തായാലും മരിച്ചു പോകുമല്ലോ. ചിലപ്പോൾ അതായിരിക്കും അവൻ ഉദ്ദേശിച്ചത്. ചോദ്യമാണ്, ഡിസ്ക്രൈബ് വാട്ട് ഈസ് മെന്റ് ബൈ ഫോർഗെറ്റിംഗ്. അതായത് മറക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി വളരെ ചുരുക്കി അങ്ങ് വിവരിച്ചു കൊടുത്തു. ഐ ക്യാൻറ്റ് റിമെമ്പർ. എനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണല്ലോ മറക്കുക എന്ന് പറയുന്നത്. ഇത് നേരത്തെ കണ്ട പോലെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തു തീർത്ത ഒരു കണക്ക് കാണാം. എന്നും കട്ട് ചെയ്ത് സൈൻ എക്സിനെ 6 ആക്കി. എന്നിട്ട് പിന്നെ 7 + 6 എന്ന് കണക്ക് കൂട്ടി 13 കിട്ടി. കാര്യങ്ങൾ വളരെ ലോജിക്കലായി ചിന്തിച്ച് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് ക്വസ്റ്റ്യൻ. ഐ ആം എ സ്റ്റാർ ബിക്കോസ്. അതായത് ഞാനൊരു സ്റ്റാർ ആണ്, അതിന് കാരണം. ബാക്കിയാണ് പൂരിപ്പിക്കേണ്ടത്. എന്നിട്ട് അതിനുള്ള അവന്റെ ഉത്തരമാണ് ഐ ജസ്റ്റ് ആം. അപ്പൊ സ്റ്റാർ ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു സ്റ്റാർ ആണ്, അത് തന്നെ കാരണമെന്ന്. അടുത്ത ചോദ്യം, ബോബിന്റെ കയ്യിൽ 36 മിഠായി ഉണ്ട്. അതിൽ 29 മിഠായി ബോബ് തിന്നു. അപ്പോൾ ഇനി ബോബിന്റെ കയ്യിൽ ബാക്കി എന്താണുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ കുട്ടി എഴുതി വെച്ചിരിക്കുകയാണ് ബോബിന് ബാക്കി ഉണ്ടാവാൻ പോകുന്നത് ഇനി പ്രമേഹമാണെന്ന്. ബോബ് ഹാസ് ഡയബറ്റീസ്. സംഭവം ലോജിക്കലി ചിന്തിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. ഒറ്റയിരുപ്പിന് 29 മിഠായി ഒക്കെ തിന്നാൽ അവന് ഷുഗർ വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ബോബ് ആരോഗ്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇത്രയും മിഠായി ഒക്കെ തിന്നുന്നത് നിർത്തിയേ പറ്റൂ. നല്ല അനുസരണാശീലമുള്ള കുട്ടി. എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ അത് തന്നെ ചെയ്തിട്ടുണ്ട്. ഡു നോട്ട് റൈറ്റ് യുവർ എസ്സേ ഹിയർ എന്നാണ് നിർദ്ദേശം. അതുകൊണ്ട് അവൻ അവിടെ തന്നെ യുവർ എസ്സേ എന്നങ്ങ് എഴുതി വെച്ചു. വീട്ടിൽ നിന്ന് പാരന്റ്സിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു വിട്ടതാണ്. എന്നിട്ട് കുട്ടി അമ്മ ഒപ്പിട്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണിത്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് അമ്മ ഒപ്പിട്ടത് തന്നെയാണ്, അല്ലാതെ അവൻ എഴുതി വെച്ചതൊന്നുമല്ല എന്ന്. പിന്നെ ഡേറ്റ് എഴുതിയ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഡേറ്റിന്റെ അവിടെ ടുഡേ, ഇന്ന് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹൗ മെനി ഡേയ്സ് ആർ ഇൻ എ വീക്ക്? 7. ഹൗ മെനി മന്ത്സ് ആർ ഇൻ എ ഇയർ? 12. ഈസ് ദിസ് നമ്പർ ഇവൻ ഓർ ഓഡ്? ഇവൻ, അതായത് ഇരട്ട സംഖ്യയാണ്. ഹൗ ഡു യു നോ? അതായത് ഇത് നിനക്ക് എങ്ങനെ അറിയാമെന്ന്. അതിനുള്ള കുട്ടിയുടെ ഉത്തരമാണ് ബിക്കോസ് ഐ എം സ്മാർട്ട്. ഞാൻ സ്മാർട്ട് ആയതുകൊണ്ട് എനിക്കറിയാമെന്ന്. വളരെ കൃത്യമായ ഉത്തരം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള കോൾഡ് വാർ എങ്ങനെയാണ് തുടങ്ങിയത് എന്നതിനെ പറ്റിയാണ് ചോദ്യം. 100 വാക്കിൽ ഉത്തരം എഴുതാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ കുട്ടി പറഞ്ഞു നോ. അതും ചോദ്യം കണ്ടപ്പോഴുള്ള കുട്ടിയുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കുട്ടി വരച്ചു വെച്ചിട്ടുമുണ്ട്. കുട്ടിക്ക് ഇങ്ങനെ യുദ്ധവും വയലൻസും ഒന്നും ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ യുദ്ധങ്ങളിലെ ആളുകളും കലാപങ്ങളും ഒക്കെ ക്വസ്റ്റ്യനായി ചോദിച്ചാൽ ഞാൻ എഴുതില്ല എന്നാണ് കുട്ടിയുടെ മറുപടി. 4 ഗോസ്റ്റുകളിൽ നിന്ന് 1 ഗോസ്റ്റ് പോയാൽ ഇനി എത്ര ഗോസ്റ്റ് ബാക്കിയുണ്ട് എന്നാണ് ചോദ്യം. 3 എന്നാണ് ഉത്തരം വരേണ്ടത്. പക്ഷെ കുട്ടി എഴുതി വെച്ചിരിക്കുന്നത് 0 എന്നാണ്. അതിന് കുട്ടിയുടെ എക്സ്പ്ലനേഷൻ ഗോസ്റ്റ്സ് ആർ നോട്ട് റിയൽ എന്നാണ്. അതായത് പ്രേതങ്ങളൊന്നും ശരിക്കില്ല എന്ന്. സംഭവം കുട്ടി വളരെ ലോജിക്കലായി ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ കുട്ടിയുടെ ലോജിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം അവർ മാർക്ക് കൊടുത്തില്ല. ചേരുംപടി ചേർക്കാനുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. അങ്ങനെ ഈ കുട്ടി നമുക്ക് ദ ബെസ്റ്റ് വേ ഫോർ ചേരുംപടി ചേർക്കൽ കാണിച്ചു തന്നിരിക്കുകയാണ്. അതൊക്കെ കണ്ടില്ലേ, എല്ലാതും എല്ലാത്തിനോടും കണക്റ്റഡ് ആണ്. ഇനി ആൻസർ ഷീറ്റ് നോക്കുന്നയാളങ്ങ് തീരുമാനിച്ചോട്ടെ ഏതൊക്കെ ഏതുമായിട്ടൊക്കെ കണക്ട് ചെയ്യണമെന്ന്. ഇവിടെ ഈ ചോദ്യം കാണാം. ബോബിയുടെ കയ്യിൽ 4 ഡൈം ഉണ്ട്. ആമിയുടെ കയ്യിൽ 30 പെന്നീസ് ഉണ്ട്. ആരുടെ കയ്യിലാണ് കൂടുതൽ പണമുള്ളത് എന്നാണ് ചോദ്യം. കുട്ടി എഴുതി വെച്ചിട്ടുണ്ട് ബോബിയുടെ കയ്യിലെന്ന്. അത് ശരിയായ ഉത്തരവുമാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ടും ഒരു ചോദ്യമുണ്ട്. ആ ഉത്തരം നിങ്ങൾക്ക് എങ്ങനെ അറിയാം, അതുകൂടി കാണിക്കൂ എന്ന്. ഷോ അസ് യുവർ തിങ്കിങ് എന്ന അവിടെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. പക്ഷെ കുട്ടി ഈ ചോദ്യം കണ്ടിട്ട് അത് ലിറ്ററലി അങ്ങ് എടുത്തു. അതായത് അക്ഷരാർത്ഥത്തിൽ അങ്ങ് എടുത്തു. ഷോ അസ് യുവർ തിങ്കിങ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ചിന്ത കാണിച്ചു തരൂ എന്ന് പറയുകയാണെന്ന് വിചാരിച്ച് കുട്ടി ആ ഉത്തരം ചിന്തിക്കുന്നത് വരച്ചങ്ങ് വെച്ച് കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ മുത്തശ്ശൻ ഏകദേശം എത്ര വയസ്സുണ്ടാകുമെന്നാണ് ചോദ്യം. 3 ഓപ്ഷൻ ഉണ്ട്, 50, 5, 500. പക്ഷെ കുട്ടി 4ാമതൊരു ഓപ്ഷൻ കൂടി ഉണ്ടാക്കി അങ്ങ് എഴുതി ഡെഡ് എന്ന്. അതായത് കുട്ടിയുടെ മുത്തശ്ശൻ മരിച്ചുപോയി. വിച്ച് ഈസ് റിയലി സാഡ്. ടീച്ചർ അതിനായി കുറച്ചുകൂടി മാർക്ക് കൊടുക്കേണ്ടതായിരുന്നു. ടീച്ചർക്ക് അതിൽ സഹതാപമൊക്കെ ഉണ്ട്. സോറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ സോറി മാത്രം പോരല്ലോ, മാർക്കും വേണ്ടേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കുതിരയെ പകർത്തി വരയ്ക്കാനായിരുന്നു. അങ്ങനെ പകർത്തി വരച്ച കുതിരയാണ് നിങ്ങളിവിടെ ഈ കാണുന്നത്. ആഹാ, ഡാവിഞ്ചി വരക്കുമോ ഇതുപോലെ? എന്തായാലും കണ്ടിട്ടെന്തോ അന്യഗ്രഹത്തിൽ നിന്നുള്ള കുതിരയാണെന്ന് തോന്നുന്നു. ഒരു റിസ്ക് ആയ കാര്യത്തിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി എഴുതി വെച്ചു ദിസ്. അതായത് ഇത് തന്നെ, പരീക്ഷ എഴുതുന്നത് തന്നെ. അത് വലിയൊരു റിസ്ക് തന്നെയാണല്ലോ. അതുകൊണ്ട് വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്.
എഴുതാൻ കഴിയുന്ന 10 വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ 5 വാക്കുകൾ എഴുതാൻ പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ വാക്കുകൾ എടുത്ത് എഴുതിയ കുട്ടിയെ മാതൃകയാക്കി ഈ കുട്ടിയും ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ വാക്കുകൾ എടുത്താൽ എഴുതി. അപ്പോൾ 7 വാക്കുകളെ കിട്ടിയുള്ളൂ. ബാക്കി 3 അവൻ തന്നെ സ്വന്തമായിട്ട് എഴുതി. പക്ഷെ ടീച്ചർക്കെന്തോ സമർത്ഥരായ കുട്ടികളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആ 3 മാർക്ക് മാത്രമേ കൊടുത്തുള്ളൂ. സോ സാഡ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു? വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.